ഏറ്റവും വലിയ വാർഷിക തീർത്ഥാടനങ്ങളിലൊന്നായ ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടമാണ് എരുമേലി. കോട്ടയം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ മണിമലയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമി ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സവിശേഷമായ ഒരു സംഗമസ്ഥാനമാണ്. ശബരിമലയിലേക്കുള്ള മലകയറ്റം തുടങ്ങുന്നതിന് മുൻപ് അയ്യപ്പ ഭക്തർ നിർബന്ധമായും ദർശനം നടത്തുകയും പേട്ടതുള്ളൽ എന്ന വിശിഷ്ടമായ ചടങ്ങ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നിടം എന്ന നിലയിൽ എരുമേലിയുടെ പ്രാധാന്യം സമാനതകളില്ലാത്തതാണ്. വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും സൗഹൃദത്തോടെ ഒത്തുചേരുന്ന ഒരിടം കൂടിയാണ് എരുമേലി. ഇവിടെ ഒരു വശത്ത് ധർമ്മശാസ്താവിന്റെ ക്ഷേത്രവും ഏതാനും മീറ്ററുകൾക്കപ്പുറം അയ്യപ്പന്റെ ഉറ്റതോഴനായ വാവരുസ്വാമിയുടെ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. ഈ സൗഹൃദത്തിന്റെ കാഴ്ച എരുമേലിയെ ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകകളിലൊന്നാക്കി മാറ്റുന്നു. കോട്ടയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളി വഴി ഏകദേശം 50 മുതൽ 60 കിലോമീറ്റർ ദൂരമാണ് എരുമേലിയിലേക്കുള്ളത്. ഉത്തര കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകർ അങ്കമാലി, പെരുമ്പാവൂർ, തൊടുപുഴ, കാഞ്ഞിരപ്പള്ളി എന്നീ പ്രദേശങ്ങൾ വഴിയാണ് സാധാരണയായി ഇവിടെ എത്തിച്ചേരുന്നത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായി എരുമേലി മാറിയതിനു പിന്നിൽ കൃത്യമായ ഐതിഹ്യപരമായ കാരണങ്ങളുണ്ട്. എരുമേലി എന്ന പേരിന്റെ ഉത്ഭവം ഈ സ്ഥലത്തിന്റെ ഐതിഹ്യപരമായ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. എരുമക്കൊല്ലി എന്ന വാക്കിൽ നിന്നാണ് എരുമേലി രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവാസുര യുദ്ധത്തിൽ മഹിഷാസുരൻ വധിക്കപ്പെട്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ അവതരിച്ച സഹോദരി മഹിഷി തനിക്ക് ലഭിച്ച വരബലത്താൽ അഹങ്കരിച്ചു. ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രന് മാത്രമേ തന്നെ നിഗ്രഹിക്കാൻ സാധിക്കൂ എന്ന ഈ വരബലത്താൽ അവൾ ലോകത്തെ പീഡിപ്പിച്ചു. ധർമ്മരക്ഷകനായ ശ്രീ ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പൻ ഈ പ്രദേശത്ത് വച്ചാണ് മഹിഷിയെ നിഗ്രഹിച്ചത്. എരുമയെ കൊല്ലുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ഈ പ്രദേശം എരുമക്കൊല്ലിയെന്നും പിന്നീടത് ലോപിച്ച് എരുമേലിയെന്നും അറിയപ്പെട്ടു. ഈ മഹിഷി നിഗ്രഹത്തിന് ശേഷം ആ പ്രദേശത്തെ ജനങ്ങളും അയ്യപ്പന്റെ സൈനികരും ആഹ്ലാദത്തോടെ നടത്തിയ നൃത്തമാണ് പിൽക്കാലത്ത് ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ പേട്ടതുള്ളലായി പരിണമിച്ചത്. കൂടാതെ മഹിഷിയുടെ രക്തം വീണ കുളം രുതിരക്കുളമെന്നും പിന്നീടത് ഉതിരക്കുളമെന്നും അറിയപ്പെടാൻ തുടങ്ങി. ശബരിമല തീർത്ഥാടന വഴിയിലെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥാനമാണ് ഇന്നും ഈ ഉതിരക്കുളം. പഴയ കാലത്ത് ആലമ്പിള്ളി എന്നായിരുന്നു ഈ സ്ഥലത്തിന് ചുറ്റുമുള്ള പ്രദേശത്തിന്റെ പേര്. പണ്ട് റാന്നി കർത്താക്കന്മാരുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ ക്ഷേത്രത്തിൽ പമ്പയാറ്റിൽ നിന്ന് ലഭിച്ച വിഗ്രഹം ആലമ്പിള്ളിയിലെ മില്ലക്കാരൻ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണിതു എന്നും മറ്റൊരൈതിഹ്യവും നിലവിലുണ്ട്. എരുമേലിയിൽ അയ്യപ്പന് 2 ക്ഷേത്രങ്ങളുണ്ട്. കൊച്ചമ്പലമെന്നും വലിയമ്പലമെന്നും ഇവ അറിയപ്പെടുന്നു. ഈ 2 ക്ഷേത്രങ്ങളും തമ്മിൽ 1/2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. തീർത്ഥാടകർ പ്രധാനമായും ദർശനം നടത്തുന്ന കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ് എരുമേലിയിലെ വലിയമ്പലം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമേകിയാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പസ്വാമി കയ്യിൽ ആയുധമായ ഒരു അമ്പുമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠാഭാവം. മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ പ്രയോഗിച്ച ദിവ്യാസ്ത്രമാണ് ഈ അമ്പെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ജ്ഞാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നു. എരുമേലിയില് 2 ശാസ്താക്ഷേത്രങ്ങളുണ്ട്. എരുമേലി വലിയമ്പലവും എരുമേലി ചെറിയമ്പലവും ഉണ്ട്. രണ്ടും ശാസ്താവ് തന്നെയാണ്. പക്ഷെ 2 ക്ഷേത്രങ്ങൾക്കും ഭാവവ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എരുമേലി വലിയമ്പലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വലിയമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അമ്പും വില്ലും ധരിച്ചുള്ള പന്തള രാജകുമാരൻ്റെ ഭാവമാണ് എരുമേലി ക്ഷേത്രത്തിലുള്ളത്. പന്തള രാജകുമാരനായ അയ്യപ്പസ്വാമി എരുമേലിയിൽ എത്തി ആ മഹിഷി നിഗ്രഹത്തിന് മുമ്പുള്ള ആ പന്തള രാജകുമാരൻ്റെ രൂക്ഷമായ ആ ഭാവമാണ് പേട്ട ശാസ്താക്ഷേത്രം. ചെറിയമ്പലം എന്ന് പറയുന്ന പേട്ടതുള്ളൽ ആരംഭിക്കുന്ന ആ ക്ഷേത്രം എന്ന് പറയുന്നത് മഹിഷി നിഗ്രഹത്തിന് മുമ്പുള്ള അയ്യപ്പസ്വാമിയുടെ രൂക്ഷമായ ഭാവമാണ്. ശബരിമലയിലെ പൂജകൾക്ക് തന്ത്രാവകാശമുള്ള താഴമൺ മടക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെയും തന്ത്രാവകാശം. ഇത് എരുമേലി ക്ഷേത്രത്തിന് ശബരിമലയുമായുള്ള അഭേദ്യമായ ബന്ധത്തിന് അടിവരയിടുന്നു. വലിയരമ്പലത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന വാവരുപള്ളി എരുമേലിയുടെ സവിശേഷതയാണ്. ഇത് അയ്യപ്പന്റെ ഉറ്റതോഴനും സാഹസിക യാത്രകളിലെ കൂട്ടാളിയുമായിരുന്ന വാവർ എന്ന മുസ്ലിം യോദ്ധാവിനോടുള്ള ആദരം വിളിച്ചോതുന്നു. ശബരിമല തീർത്ഥാടകർ എരുമേലിയിൽ വെച്ച് ശാസ്താവിനെ ദർശനം നടത്തിയ ശേഷം വാവരുപള്ളിയിൽ കയറി വാവരുസ്വാമിയെ വണങ്ങിയ ശേഷമേ മല ചവിട്ടാൻ പാടുള്ളൂ എന്നാണ് പരമ്പരാഗത വിശ്വാസം. ഈ സൗഹൃദത്തിന്റെ പ്രതീകമായി ഭക്തർ ഇവിടെ കാണിക്ക അർപ്പിക്കുകയും തേങ്ങയുടയ്ക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്.
അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം സൂചിപ്പിക്കുന്ന ഐക്യദീപം എന്നൊരാചാരവും ഇവിടെയുണ്ട്. വാവരു പള്ളിയിൽ നിന്ന് ദർശനം നടത്തിയിറങ്ങുന്ന അയ്യപ്പ ഭക്തരെ വലിയമ്പലത്തിലേക്ക് സ്വീകരിക്കുന്നത് ഈ ക്ഷേത്രങ്ങളും പള്ളിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമാണ്. ഈ രണ്ട് ആരാധനാലയങ്ങൾ തമ്മിലുള്ള ദൂരം പോലും എല്ലാ ഭക്തരെയും ഒരുമിപ്പിക്കുന്ന ഒരു അകലം ഇല്ലാതാക്കുന്നു എന്നതാണ് എരുമേലിയിലെ മതസൗഹാർദ്ദ സന്ദേശം. ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും വർണ്ണാഭമായതും ആവേശകരവുമായ ചടങ്ങാണ് പേട്ടതുള്ളൽ. അയ്യപ്പസ്വാമി മഹിഷിയെ വധിച്ചതിലുള്ള ആദിവാസികളുടെയും ജനങ്ങളുടെയും ആഹ്ലാദം അനുസ്മരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണിത്. കന്നി അയ്യപ്പന്മാർക്ക് പേട്ടതുള്ളൽ ഒരു നിർബന്ധിത ആചാരം കൂടിയാണ്. ശബരിമലയിലേക്കുള്ള മലകയറ്റത്തിന് മുന്നോടിയായി ഭക്തർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ആചാരമാണ് പേട്ടതുള്ളൽ. ഈ വിശുദ്ധ ചടങ്ങിനായി ഭക്തർ ചില പ്രധാന ഒരുക്കങ്ങൾ നടത്തുന്നു. ആദ്യമായി അവർ എരുമേലി ശാസ്താ ക്ഷേത്രനടയിൽ പ്രായശ്ചിത്തം അനുഷ്ഠിക്കും. ഇതിനായി വ്രതകാലത്ത് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ പൊറുക്കാനായി ഭക്തർ ഒരു വെറ്റിലയിൽ അടക്കയും 1 രൂപ നാണയവും വെച്ച് ഭഗവാനെ വ്രതവേളയിൽ ചെയ്ത പാപങ്ങളെല്ലാം പൊറുത്ത് 18ാം പടി കയറാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിൽ സമർപ്പിക്കും. ഈ ആത്മീയ ശുദ്ധീകരണത്തിന് ശേഷം ഭക്തർ പേട്ട കെട്ടാനുള്ള സാമഗ്രികൾ ശേഖരിക്കും. കൊച്ചമ്പലത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെയുള്ള പേട്ടയിലേക്കുള്ള വഴിയിൽ ഈ സാമഗ്രികൾ വിൽക്കുന്ന ധാരാളം കടകൾ കാണാം. പ്രധാനമായും 3 കോൽ നീളമുള്ള ഒരു വടി അഥവാ പേട്ടക്കമ്പ്, മുഖത്തും ദേഹത്തും തേക്കാനുള്ള പലതരം വർണ്ണപ്പൊടികൾ, യാത്രയിൽ ആഹാരത്തിനായി ശേഖരിക്കുന്നവയുടെ പ്രതീകമായി കരുതുന്ന പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും എന്നിവയാണ് പ്രധാന സാമഗ്രികൾ. ഈ പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഒരു തുണിയിൽ പൊതിഞ്ഞ് പേട്ടക്കമ്പിന്റെ നടുവിൽ കെട്ടിയാണ് ഭക്തർ പേട്ട തുള്ളാനായി തയ്യാറെടുക്കുന്നത്. പേട്ടതുള്ളൽ ഒരു ഘോഷയാത്രയുടെ രൂപത്തിലാണ് നടക്കുന്നത്. ഭക്തർ വർണ്ണപ്പൊടികൾ പൂശി കുഴൽവിളിക്കാരുടെയും തകിൽക്കാരുടെയും അകമ്പടിയോടെയാണ് തുള്ളൽ തുടങ്ങുന്നത്. ഈ അനുഷ്ഠാനത്തിന്റെ തുടക്കം കൊച്ചമ്പലത്തിൽ ദർശനം നടത്തിയ ശേഷം പേട്ട കെട്ടി തുള്ളൽ ആരംഭിക്കുന്നതോടെയാണ്. അവിടെ നിന്നും ക്ഷേത്രം വലം വെച്ച് ഭക്തർ നേരെ വാവരു പള്ളിയിലേക്ക് നീങ്ങുന്നു. അവിടെ വാവരു സ്വാമിയെ വണങ്ങി പള്ളി വലം വെച്ചതിനു ശേഷം യാത്ര വലിയമ്പലത്തിലേക്കിതെത്തും. വലിയമ്പലം 3 വലം വെച്ച് നടയ്ക്കൽ ചെന്ന് വന്ദിച്ച് പേട്ടതുള്ളൽ സമാപിക്കും. ഈ യാത്രയിലുടനീളം ഭക്തർ ആർത്തു വിളിക്കുന്ന മന്ത്രമാണ് അയ്യപ്പ തിന്തകത്തോം സ്വാമി തിന്തകത്തോം. ഇതിന്റെ പൊരുൾ അയ്യപ്പൻ എന്റെ അകത്ത്, സ്വാമി എന്റെ അകത്ത് എന്നാണ്. ഈശ്വര ചൈതന്യം തന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്ന ആത്മീയ ബോധം ഭക്തനിൽ ഉണർത്തുന്ന വിളിയാണത്. മലകയറ്റത്തിന് മുൻപുള്ള പ്രധാന ചടങ്ങുകൾ പേട്ടതുള്ളലിന് ശേഷം തുടങ്ങും. ഭക്തർ പേട്ടതുള്ളൽ അവസാനിപ്പിച്ച് എരുമേലി ക്ഷേത്രത്തിന് മുന്നിലുള്ള തോട്ടിലിറങ്ങി കുളിക്കുകയും അല്പം വിശ്രമിക്കുകയും ചെയ്ത ശേഷമാണ് ശബരിമലയിലേക്കുള്ള കാനനയാത്ര തുടങ്ങുന്നത്. ആദ്യമായി ശബരിമലയിലേക്ക് പോകുന്ന കന്നി അയ്യപ്പന്മാർ മല ചവിട്ടാൻ തുടങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പേട്ടകെട്ടിനായി ഉപയോഗിച്ച ശരം കുത്തി എന്ന സ്ഥലത്ത് കുത്താനുള്ളതാണ്. ഈ ശരം കുത്തൽ ചടങ്ങ് താൻ ഒരു കന്നി അയ്യപ്പനാണെന്നതിന്റെ പ്രതീകാത്മകമായ അടയാളപ്പെടുത്തലാണ്. രണ്ടാമതായി യാത്രയിൽ ശബരിപീഠത്തിൽ തൂക്കാനുള്ള കച്ച വാങ്ങാനും കന്നിക്കാർ മറക്കരുത്. ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഭക്തർ ഇരുമുടിക്കെട്ടേന്തി മലകയറ്റം ആരംഭിക്കുന്നത്. ശബരിമല മണ്ഡലകാലം അവസാനിക്കുന്ന വേളയിൽ ധനുമാസത്തിൽ നടക്കുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ എരുമേലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അയ്യപ്പന്റെ സൈന്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ സംഘങ്ങളുടെ വരവോടെയാണ് എരുമേലിയിലെ തീർത്ഥാടന കാലത്തിന് പര്യവസാനമാകുന്നത്. താവഴിയെ പ്രതിനിധീകരിക്കുന്ന അമ്പലപ്പുഴ സംഘം ധനു 27 രാവിലെ പേട്ടതുള്ളൽ തുടങ്ങുമ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം അയ്യപ്പന്റെ അമ്മ താവഴിയെ പ്രതിനിധീകരിക്കുന്ന ആലങ്ങാട്ട് സംഘം ധനു 27 വൈകുന്നേരം 3 മണിയോടെയാണ് പേട്ടതുള്ളുന്നത്. ഈ സമയത്ത് കിഴക്കേ ആകാശത്ത് നക്ഷത്രം തെളിയും എന്നതും ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയാണ്. ഐതിഹ്യമനുസരിച്ച് ഉദയനനുമായുള്ള യുദ്ധത്തിന് മുന്നോടിയായി അയ്യപ്പ നിർദ്ദേശപ്രകാരം വാവർ മറ്റെല്ലാ നാട്ടുകാരോടും സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ആലങ്ങാട്ടുകാരുടെ അടുത്ത് ചെല്ലാൻ മാത്രം മറന്നുപോയി. അതിന്റെ കെറിവ് എന്നോണം ആലങ്ങാട്ട് സംഘക്കാർ പേട്ടതുള്ളി വരുമ്പോൾ ഇപ്പോഴും വാവരു പള്ളിയിൽ കയറാറില്ല. എങ്കിലും അവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വാവരു പള്ളിയിൽ നിന്നും പ്രത്യേക അനുമതി നൽകുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. ഈ ഐതിഹ്യം ചരിത്രപരമായ കാരണങ്ങളാൽ ഒരു പ്രാദേശിക സൈനിക വിഭാഗത്തിന് സംഭവിച്ച അവഗണനയുടെ പ്രതീകാത്മകമായ ഓർമ്മപ്പെടുത്തലാണ്.
തീർത്ഥാടനത്തിന്റെ ആന്തരിക പാഠങ്ങൾ പരിശോധിക്കുമ്പോൾ എരുമേലിയിലെ ആചാരങ്ങൾ കേവലം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കപ്പുറം വലിയൊരു ആത്മീയ സന്ദേശം നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. മലകയറ്റം തുടങ്ങുന്നതിനു മുൻപ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുന്നതിലൂടെ ഭക്തൻ തന്റെ ആന്തരിക മാലിന്യങ്ങളെ നീക്കി ഒരു പുതിയ മനുഷ്യനായി യാത്ര തുടങ്ങുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. വ്രതത്തിലൂടെ ശുദ്ധീകരിച്ച മനസ്സും ശരീരവും ആത്മീയമായ പൂർണ്ണതയിലേക്കെത്താൻ തയ്യാറാകുന്ന ഒരു സുപ്രധാനമായ നിമിഷം കൂടിയാണത്. കൂടാതെ മതസൗഹാർദ്ദമെന്ന മഹത്തായ ആശയം വാവരുപള്ളിയിലെ ദർശനത്തിലൂടെ എരുമേലി ഉറപ്പിക്കുന്നു. ലോകത്ത് മതപരമായ ഭിന്നതകൾ വർദ്ധിക്കുമ്പോഴും അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം ഒരേ ലക്ഷ്യത്തിനായി വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ മാതൃകയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ ജാതിമതഭേദമന്യേ എല്ലാവരുടെയും സഹായം ആവശ്യമാണെന്ന മഹത്തായ സന്ദേശമാണ് ഇത് നൽകുന്നത്. മൂന്നാമതായി, പേട്ടതുള്ളലിലൂടെ അഹംഭാവമില്ലായ്മ എന്ന പാഠവും ഭക്തൻ പഠിക്കുന്നു. വർണ്ണപ്പൊടികൾ പൂശി തുള്ളിച്ചാടി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഭക്തൻ പേട്ടതുള്ളുമ്പോൾ അയാൾ തന്റെ സാമൂഹിക പദവികളും അഹങ്കാരവും ഉപേക്ഷിക്കുന്നു. പന്തള രാജാവിന്റെ മകൻ എന്ന അയ്യപ്പന്റെ സ്ഥാനമാനങ്ങളെപ്പോലും വെടിഞ്ഞ് സാധാരണക്കാരനായ ഒരു വേട്ടക്കാരനെ പോലെയാണ് ഭക്തൻ പേട്ടതുള്ളുന്നത്. ഈശ്വരനെ തേടുന്ന യാത്രയിൽ അഹങ്കാരം എന്ന മഹിഷിയെ നിഗ്രഹിച്ച് വിനയമെന്ന ബ്രഹ്മചര്യത്തെ സ്വീകരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ചടങ്ങു നൽകുന്നത്. എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ശബരിമല തീർത്ഥാടനത്തിന്റെ ആത്മാവും ചൈതന്യവുമാണ്. മഹിഷി നിഗ്രഹത്തിലൂടെ ധർമ്മസംസ്ഥാപനം നടന്ന പുണ്യഭൂമിയെന്ന നിലയിൽ ഓരോ തീർത്ഥാടകനും ഇവിടെത്തുമ്പോൾ തന്റെയുള്ളിലെ തിന്മകളെ നിഗ്രഹിച്ച് നന്മയുടെ പാതയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രതിജ്ഞയെടുക്കുന്നു. കോൺക്രീറ്റ് കാടുകൾ പെരുകുന്ന ഇക്കാലത്തും വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകി ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും വാവരുസ്വാമിയുടെ സംരക്ഷണവും തേടി ആനന്ദത്തിന്റെ പേട്ടതുള്ളലോടെ മല ചവിട്ടാൻ തുടങ്ങുമ്പോൾ ഓരോ ഭക്തനും തിരിച്ചറിയുന്നത് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പൊരുളാണ്. അത് നീയാകുന്നു. എരുമേലിയിലെ ഈ ചടങ്ങുകളിലൂടെ കടന്നുപോകുന്ന ഓരോ തീർത്ഥാടകനും തന്റെ വെറുമൊരു യാത്രക്കാരനല്ല, മറിച്ച് ദൈവത്തിലേക്കുള്ള ഓരോ തീർത്ഥയാത്രികനാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുന്നു. സഖ്യന്റെ മടിത്തട്ടിലെ പുണ്യഭൂമിയിൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ തല ഉയർത്തി നിൽക്കുന്ന എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം ഓരോ ശബരിമല തീർത്ഥാടകന്റെയും യാത്രയിലെ വെറുമൊരു ഇടത്താവളമല്ല, മറിച്ച് ആത്മീയ പരിവർത്തനത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഈ പുണ്യഭൂമി പേട്ടതുള്ളൽ എന്ന അതുല്യമായ ആചാരത്തിലൂടെ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ആവേശം പകരുന്നു. അയ്യപ്പസ്വാമിയോടുള്ള ഭക്തിയുടെയും സാഹോദര്യത്തിന്റെയും ഈ കേന്ദ്രം ഓരോ ഭക്തനും ശബരിമലയിലേക്കുള്ള കാനനപാതയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധി വരുത്തുന്ന ഒരു തീർത്ഥാടനത്തിന്റെ കവാടമാണ്. ആചാരങ്ങളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും കൈമാറി വരുന്ന ഈ പാരമ്പര്യം ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിലൊന്നിന്റെ അടിത്തറയായി നിലനിൽക്കുന്നു.